അടിപൊളി, ഒന്നും പറയാനില്ല. അമ്മാതിരി ടേസ്റ്റ്. ഈ ഗ്രേവി ഉണ്ടല്ലോ, അമേസിങ്. ഹായ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു ഫിഷ് പൊള്ളിച്ചത്, ഫിഷ് തേങ്ങാപ്പാലിൽ പൊള്ളിച്ചത്. സത്യം പറഞ്ഞാൽ ഈ ഡിഷ് ഞാൻ യൂട്യൂബിൽ കണ്ടതാട്ടോ, നമ്മുടെ ഷെഫ് പിള്ള ഉണ്ടാക്കുന്നത്. ഷെഫ് പിള്ളയുടെ മോസ്റ്റ് ഓഫ് ദി ഡിഷസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അത് യൂട്യൂബിൽ റെസിപ്പി ഒക്കെ കിടക്കുന്ന ഡിഷസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഐ ആം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഹിം. ആൻഡ് എനിക്ക് എന്താ പറയുക, ഒരു പരസ്യത്തിൽ പുള്ളിയുടെ കൂടെ അഭിനയിക്കാനും പറ്റിയിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എനിക്ക് അഭിനയിക്കാനും പറ്റിയിട്ടുണ്ട്. സോ ഐ എം റിയലി ഹോണേർഡ് പുള്ളീനെ കണ്ടതിലും പുള്ളീൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റിയതിലും പുള്ളിയുടെ എന്താ പറയുക കൂടുതൽ സെൽഫി എടുക്കാൻ പറ്റിയതിലൊക്കെ ഐ എം റിയലി ഓണേർഡ്. കാരണം എസ്പെഷ്യലി ആസ് എ ഷെഫ് ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഹിസ് ഫുഡ്. സോ പുള്ളിയുടെ ആ ഫുഡ് അല്ലെങ്കിൽ ആ ഡിഷ് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മളിത് ഒരു ഫുൾ മീൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താണ്. നമ്മൾ ആവോലി ആട്ടോ മീനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് മാരിനേഷന് വേണ്ട പൊടികൾ ഞാൻ ആദ്യം ഇടുകയാണ്. കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, 1 സ്പൂൺ വിനാഗിരി. എന്നിട്ട് നമ്മൾ ഈ മസാല നന്നായിട്ട് മീനിലേക്ക് പരത്തുക കേട്ടോ. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അപ്പോൾ നമ്മളിതിന് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയായിട്ട് നമ്മൾ ഉപയോഗിച്ച് ഇരിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചില്ലേ, ആ പീസുകൾ ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാവേ. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ചെറിയ തീയിലാട്ടോ അത് വേവിച്ചെടുക്കുന്നത്. നമ്മൾ ചെറിയ തീയിലാണ് ചെയ്യുന്നതെങ്കിൽ 5 മിനിറ്റ് വീതം ഓരോ സൈഡും ഇടുക. അപ്പോൾ ഇത് ഒരു സൈഡ് മുരിഞ്ഞുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിടാവേ. അപ്പോൾ നമ്മൾ 2 സൈഡും ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ സമയത്ത് നമ്മളിതിനകത്തോട്ട് ഇങ്ങനെ ഇഞ്ചി കീറിയത്, പിന്നെ പച്ചമുളക്, ഇതിങ്ങനെ നമ്മളൊരു 7 മിനിറ്റ് കുക്ക് ചെയ്യണേ. അപ്പോൾ അതിനകത്തുനിന്ന് എന്താ പറയുക, അതിൻ്റെ എണ്ണ തെളിഞ്ഞ് അതിൻ്റെ ബട്ടർ പോലത്തെ ഒരു കൺസിസ്റ്റൻസി വരും. അതുവരെ നമ്മൾ ഇതിനകത്തിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഈ സമയത്ത് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇടാം കേട്ടോ. ഇത് ഞാൻ മുഴുവനായിട്ടാണ് കേട്ടോ ഇടണേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നമ്മൾ 7 മിനിറ്റ് ഇതിങ്ങനെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിത് മറിച്ചിടുന്നേ ഇല്ല. ഇതിങ്ങനെ ചാറ് വറ്റി കുറുകി വരുന്നതാണ് കേട്ടോ അതിൻ്റെ പാകം. ഒക്കെ ഉണ്ടോ. അപ്പോൾ ഇതൊരു ബട്ടർ കൺസിസ്റ്റൻസി ആവുന്ന വരെയാണ് കേട്ടോ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. പക്ഷേ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണ്. പക്ഷേ ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, എരിവ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മാത്രം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇതിന് വേണ്ടത്. ഞാൻ പിന്നെ ഇതിങ്ങനെ എടുത്ത് കാണിക്കാം. നല്ല കട്ടിയുള്ള കണ്ട കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇതിൻ്റെ ചാറൊക്കെ അസാധ്യ ടേസ്റ്റ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ നമുക്കിതിനകത്ത് ചെയ്യാൻ, നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, മീൻകറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്ന പരിപാടി. അതും കൂടെ നമുക്ക് ചെയ്താൽ ഡിഷ് റെഡി. ഒന്നും പറയാനില്ല, ഒന്നും നോക്കാനില്ല, കണ്ണടച്ച് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ടേസ്റ്റ് ചെയ്യാം. അതായത് ഒരു പീസ് എടുത്തിട്ട് ഈ ബട്ടർ ലൈക്ക് കൺസിസ്റ്റൻസി ഉള്ള ഈ തേങ്ങാപ്പാലിൽ അതിൻ്റെ ഗ്രേവിയിൽ മുക്കിയിട്ട് അടിപൊളി, ഒന്നും പറയാനില്ല, അമ്മാതിരി ടേസ്റ്റ്. ഈ ഗ്രേവി ഉണ്ടല്ലോ, അമേസിങ്. ഈ ഗ്രേവി മാത്രം മതി നമുക്ക് 2 കലം ചോറുണ്ണാൻ പറ്റും. പ്ലസ് ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളിത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ക്രിസ്മസ് മെനുവിന് നിങ്ങളിപ്പോൾ തന്നെ ഇത് സേവ് ചെയ്ത് വെക്കണം. നിങ്ങൾ ക്രിസ്മസിന് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡിയർ വൺസ് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഏത് ഫിഷ് വെച്ച് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. നല്ല ഫ്രഷുള്ള ഫിഷ് ആവണമെന്നേ ഉള്ളൂ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി ഡിഷായിട്ട് വരുന്നത് വരെ ബൈ.